കാൽവറി ക്രൂശിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അവൻ്റെ കുടുംബത്തെ അവന് നഷ്ടമായി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവന് നഷ്ടമായി. ഏറ്റവും ഒടുവിൽ അവൻ ആകപ്പാടെ സ്വന്തമെന്ന് പറയാൻ കഴിയുമായിരുന്ന അവൻ്റെ മേൽവസ്ത്രവും അവന് നഷ്ടമായി. ഈവൻ ഹി ലോസ്റ്റ് ഹിസ് ലാസ്റ്റ് റോബ്. ഇത്രയ്ക്കും ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു മരണമാണ് നമ്മൾ അവിടെ യേശുവിൻ്റെ കാര്യത്തിൽ കാണുന്നത്. പക്ഷേ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം അവൻ നമ്മളെ സമ്പന്നനാക്കേണ്ടതിന്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളോട് വായിക്കുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ദരിദ്രരായിരിക്കും നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി ദരിദ്രരായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുമല്ലോ. എന്തിനാണ് അവൻ അപമാനമെല്ലാം ഏറ്റത്? നമുക്ക് മാനം നൽകാൻ വേണ്ടിയാണ്. എന്തിനാണ് അവൻ എല്ലാം നഷ്ടപ്പെടുത്തിയത്? നമുക്കെല്ലാം ലാഭമാക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് അവൻ മരണം വഹിച്ചത്? നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. നമ്മുടെ മരണവും നമ്മുടെ അപമാനവും നമ്മുടെ ശാപവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും അവൻ കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തിട്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എന്താണ് എക്സ്ചേഞ്ച്? നമുക്കുള്ളതെല്ലാം അവൻ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ അപമാനം അവൻ ഏറ്റെടുത്തു, നമ്മുടെ ദുഃഖം അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശാപവും അവൻ ഏറ്റെടുത്തു. നമ്മൾ ഏത് ശാപത്തിൻ്റെ കീഴിലാണെങ്കിലും ആ ശാപം അവൻ ഏറ്റെടുത്തു, പാപം അവൻ ഏറ്റെടുത്തു, രോഗം അവൻ ഏറ്റെടുത്തു, നമ്മുടെ കുറവുകൾ അവൻ ഏറ്റെടുത്തു, നമ്മുടെ അപമാനം അവൻ ഏറ്റെടുത്തു. നമ്മുടേതെല്ലാം അവൻ്റേതായി. എന്നാൽ എന്തിനു വേണ്ടിയാണ് നമ്മുടേതെല്ലാം അവൻ ഏറ്റെടുത്തെന്ന് ചോദിച്ചാൽ അവൻ്റേതെല്ലാം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സമ്പന്നനായിരുന്ന യേശു കാൽവറി ക്രൂശിൽ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി. നമ്മുടെ അപമാനം ഏറ്റെടുത്തിട്ട് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഓണറാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനമാണ്, ബഹുമതിയാണ്. നമുക്ക് പിതാവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്ന, ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന, നമ്മൾ 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, അവൻ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ആർക്ക്? നമുക്ക്. തേജസ്സും ബഹുമാനവും ഉണ്ടായിരുന്ന ആദമിന് നഷ്ടപ്പെട്ട തേജസ്സും ബഹുമാനവും മടക്കി കൊടുക്കുവാൻ യേശു കർത്താവ് നമുക്ക് തേജസ്സും ബഹുമാനവും നൽകേണ്ടതിന് അവൻ സ്വയം നമ്മുടെ അപമാനം ഏറ്റെടുത്തു. പിതാവിനോട്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ മത്സരത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അവന് മനുഷ്യവർഗത്തിൻ്റെ മേൽ മൂടിക്കിടന്ന മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ജീവൻ നൽകുകയാണ്. കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് ജീവൻ നൽകുകയാണ്. അവൻ്റെ അവസാനത്തെ വസ്ത്രവും അവന് നഷ്ടപ്പെട്ടു, പക്ഷേ അവൻ നമ്മളെ തേജസ്സിൻ്റെ വസ്ത്രം ഉടുപ്പിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം, നമുക്കുണ്ടായിരുന്ന എല്ലാ നഷ്ടങ്ങളും അവൻ ഏറ്റെടുത്തു. എന്നിട്ട് അവനുണ്ടായിരുന്ന സമൃദ്ധിയെ അവൻ നമുക്കായിട്ട് നൽകി തരുന്നു. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളില്ലായ്മ ചെയ്യുവാൻ. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് പാപക്ഷമയെന്ന് ചോദിച്ചാൽ, ഒരു പുഷ്പത്തെ ചവിട്ടി അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് നിർഗമിക്കുന്ന സുഗന്ധമാണ് വാസ്തവത്തിൽ പാപക്ഷമ എന്ന് പറയുന്നത്. യേശു തകർക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അവൻ്റെ വാക്കുകളിലൂടെ നാം പാപക്ഷമ എന്തെന്നുള്ളത് അറിയുകയാണ്. അവൻ്റെ മധ്യസ്ഥതയുടെ ഫലം ഞാൻ പറയട്ടെ, അവൻ്റെ പ്രാർത്ഥന നിഷ്ഫലമായി പോയില്ല പ്രിയമുള്ളവരെ. അവൻ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന നിഷ്ഫലമായി പോയില്ല. എന്തുകൊണ്ടാണത് നിഷ്ഫലമായി പോയില്ല എന്ന് ഞാൻ പറയുന്നത്? അവൻ്റെ പ്രാർത്ഥന ചില ദിവസങ്ങൾക്കുള്ളിൽ ഉത്തരം കണ്ടെത്തുന്നുണ്ട്. എവിടെ? പെന്തിക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേര് സ്നാനമേറ്റപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ യഹൂദന്മാരായ 3000 പേരുടെ മാനസാന്തരമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവെ, അവരറിയാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്, അവർക്കറിയില്ല, ഞാൻ മശിഹയാണെന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ 50 നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? പെന്തിക്കോസ്ത് നാളിൽ അവൻ മശിഹയെന്ന് തിരിച്ചറിഞ്ഞ് 3000 പേര് ജലത്തിൽ സ്നാനമേറ്റു. ആ പ്രാർത്ഥന നിരന്തരം വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ മുടന്തൻ സൗഖ്യമായ ഭാഗം വായിച്ചപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ പ്രമാണികളും അറിയായ്മ കൊണ്ട് യേശുവിനെ ക്രൂശിച്ചു, എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അവിടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. അന്നും ഇന്നും തുടർന്നുള്ള കാലയളവിലും കർത്താവിൻ്റെ പ്രാർത്ഥന ഫലവത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി ഇവിടെ പറഞ്ഞാൽ ലോകത്തിൽ എവിടെയും നടക്കുന്ന മാനസാന്തരത്തിൻ്റെ
ലോകത്തിൽ എവിടെയും നടക്കുന്ന മാനസാന്തരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നടത്തിയ ഒരു പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലം, എൻ്റെ മാനസാന്തരത്തിൻ്റെ കാരണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, പുറകോട്ട് ചകഞ്ഞു നോക്കിയാൽ ഏറ്റവും ഒളിച്ചെന്ന് കാണുന്നതെന്നറിയാമോ? എന്നെ കണ്ടോണ്ട് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പ്രാർത്ഥിച്ചു, കർത്താവേ സാജു ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയായിക്കാൻ അവനോട് ക്ഷമിക്കണമേ, അവന് ഞാൻ മശിഹയാണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ഒരു അവസരം കൊടുക്കണമേ. തീർച്ചയായും യേശു അങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ കാൽവറി ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെയും കണ്ടിരുന്നു, ആ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ഇന്നലെ നമ്മൾ ആരെയൊക്കെ കുറിച്ചെന്ന് നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ ആലോചിച്ചു. യഹൂദ പ്രമാണികളെക്കുറിച്ച്, യഹൂദന്മാരായ ജനങ്ങളെക്കുറിച്ച്, പിലാത്തോസിനെക്കുറിച്ച്, ഹെരോദാവിനെക്കുറിച്ച് എന്നൊക്കെ, ജനങ്ങളെക്കുറിച്ച് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കാണും. യെസ്, അതെല്ലാം ശരിയാണ്. പക്ഷേ അവർ മാത്രമല്ല, അവനെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ കണ്ണുകളിൽ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. അവൻ്റെ അന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഭവം 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മാനസാന്തരത്തിൻ്റെയും കാരണം തീർച്ചയായും അന്നത്തെ അവൻ്റെ പ്രാർത്ഥനയുടെ കാര്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ യേശുവിൻ്റെ തിരുമൊഴിയിലേക്ക് കിടക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 43, അതിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 43-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ തിരുമൊഴി നമ്മൾ കാണുകയാണ്. അവിടെ കർത്താവ്, യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഈ വാക്കുകൾ ആരോട് പറയുന്ന വാക്കുകളാണ്? കാൽവറി ക്രൂശിൽ യേശു കിടക്കുമ്പോൾ അവൻ്റെ ഇടത്തും വലത്തുമായി 2 കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. കാൽവറിയിൽ ഒരു ക്രൂശ് മാത്രമല്ല ഉണ്ടായിരുന്നത്, കാൽവറിയിൽ 3 ക്രൂശുകൾ ഉണ്ടായിരുന്നു, 3 കുരിശുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കള്ളൻ, എവിടുത്തെ കള്ളനാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇടത്തെ കള്ളനാണോ വലത്തെ കള്ളനാണോ നമുക്കറിയത്തില്ല. അത് നമ്മളങ്ങ് പറയും വലത്തെ കള്ളനാണെന്ന്, അങ്ങനെ എഴുതിയിട്ടില്ല. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരാൾ, വി ഡു നോട്ട് നോ ഹൂ, ഏത് സൈഡാണെന്നുള്ള വിഷയമൊന്നുമല്ല, ഏത് സൈഡാണെങ്കിലും അതല്ല എന്നത്തെ വിഷയം. ഓക്കെ. എന്നാൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. നമുക്കൊക്കെ ഒരു ചിന്ത ചിലപ്പോഴെങ്കിലും ഉണ്ട്, ഈ മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ അനുദപിച്ച കള്ളൻ ഒരു നല്ല കള്ളനായിരുന്നു. അതായത് അയാൾ അത്രയും വലിയ പാപമൊന്നും ചെയ്തില്ല, മറ്റവനായിരുന്നു ക്രൂരൻ. അവൻ പറഞ്ഞില്ലേ, ഓ നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. മറ്റവൻ അങ്ങനല്ല, അവൻ വെറും പാവമായിരുന്നു. നിങ്ങൾ ചിന്തിക്കരുത്, അതൊരു വാസ്തവമല്ല. ഈ കള്ളന് ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു. ഒരു പക്ഷേ മറ്റവനേക്കാൾ കൂടുതൽ എന്താണ്, മറ്റവൻ്റെയും കൂടെ ലീഡർ ഇവനാണെന്നാണ് എൻ്റെ ചിന്ത. നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ, മാത്യു ചാപ്റ്റർ 27, അതിൻ്റെ 44-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വേഴ്സ് 27-ൻ്റെ 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും നിന്ദിച്ചു. സി, അതിൻ്റെ വേഴ്സ് 47-ൽ, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. ആ ഭാഗത്ത് 44-ാം വാക്യത്തിൽ പറയാണ്, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. കള്ളൻ നിന്ദിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, ആരാണ്? കള്ളന്മാരും അവനെ നിന്ദിച്ചു. അപ്പൊ ഈ പറഞ്ഞ അനുദപിച്ച കള്ളനും രാവിലെ എന്ത് ചെയ്തു? യേശുവിനെ നിന്ദിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അധികം താമസിയാതെ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. രാവിലെ നിന്ദിച്ചവൻ, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കിയേ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി പറയുന്നു എന്ന് പറഞ്ഞു. നോക്ക്, രാവിലെ ദുഷിച്ചവൻ ഉച്ച കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? ഉച്ച കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അവൻ പറയുന്നത്, നീ
മറ്റുള്ളവനോട് മറ്റവൻ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു തന്നെ അല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ, അവനെ ദുഷിച്ചപ്പോൾ മറ്റവൻ അവനെ ശാസിച്ചു, ഇല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ്റെ കൂട്ടുകാരൻ്റെ മേൽ അധികാരമുള്ളവനാണ് ഈ കിടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ മറ്റവൻ്റെയും കൂടെ ലീഡറാണെന്ന് പറയാൻ കാര്യം. ശാസിച്ചും തന്നെയല്ല, ശാസിച്ചിട്ട് മറ്റവൻ പിന്നെ അനങ്ങി പോലുമില്ല. മറ്റവൻ പിന്നെ പറയുന്നുണ്ടോ, നീ ആരാടാ എന്നെ ശാസിക്കാനെന്ന് ചോദിച്ചോ? ഇല്ല, അവനങ്ങ് അമങ്ങിപ്പോയി. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാ ലീഡർ. അപ്പൊ കള്ളന്മാരുടെ കൂട്ടത്തിലെ ലീഡറാണ് ആരെ അനുഗമിക്കുന്നത്? യേശുവിൻ്റെ അടുത്ത് അനുതപിച്ച് പ്രാർത്ഥിച്ച് ചെല്ലുന്നത്. കാര്യം മറ്റവൻ ശാസിച്ച് അവനെ മിണ്ടാതാക്കുകയാണ്. ക്രൂശിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഈ സെയിം കള്ളൻ, അതായത് അനുതപിച്ച കള്ളനും രാവിലെ പരിഹസിച്ച് ഞാൻ പറഞ്ഞല്ലോ, ക്രൂശ് ദൂരെ നിന്ന് നോക്കുമ്പോൾ പരിഹസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ പരിഹാസമാണ്. പക്ഷേ ക്രൂശിൻ്റെ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവൻ അനുഗമിക്കുന്ന ആളായിത്തീരും. മാറി നിൽക്കുമ്പോൾ പരിഹസിക്കപ്പെടുന്നതും അടുത്ത് ചെല്ലുമ്പോൾ അനുഗമിക്കുന്നതുമായ ഒരു പ്രത്യേകതയാണ് ക്രൂശിൻ്റേത്. പലപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രത്യേകത, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ക്രൂശിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. ക്രൂശിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്രൂശിൻ്റെ സത്യം തിരിച്ചറിയാതിരുന്നപ്പോൾ ഈ കള്ളൻ എന്ത് ചെയ്തു? പരിഹസിച്ചു. ഇപ്പോഴെന്താണ് ഇവൻ അനുഗമിക്കാൻ കാര്യം? അവൻ ക്രൂശിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ക്രൂശിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കാരണമെന്താണ്? നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ കള്ളനെ രൂപാന്തരപ്പെടുത്തത്തക്ക രീതിയിലുള്ള വലിയ അത്ഭുതങ്ങളൊന്നും ഇപ്പോൾ നടന്നില്ല. അതായത് ഇവൻ യേശുവിനോട് സംസാരിക്കുന്നത് ഉച്ചതിരിഞ്ഞല്ല. കാര്യം യേശുവിൻ്റെ ക്രൂശിലെ രണ്ടാമത്തെ മൊഴിയാണ്. ദേശമെല്ലാം 12 മണി മുതൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മുതൽ, ഉച്ചയ്ക്ക് 12, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. എന്നാൽ ഇരുട്ടുണ്ടാകുന്നതിന് മുമ്പാണ് ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നത്. അതിൻ്റെ അർത്ഥം അവൻ ഇരുട്ട് കണ്ടതുകൊണ്ടല്ല, കല്ലറയിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടല്ല, ഇടിമുഴക്കം കണ്ടിട്ടല്ല, ക്രൂശിൽ യേശു കർത്താവ് കിടക്കുമ്പോൾ നടന്ന ഒരത്ഭുതവും കണ്ടിട്ടല്ല കള്ളൻ മാനസാന്തരപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വൈവോമിൻ്റെ ഒരു ഈ മീറ്റിങ്ങിന് പഠിപ്പിച്ചുകൊണ്ട്, ഒരു ഇൻ്റർനാഷണൽ വയോമിൻ്റെ ഒരു ഡീറ്റെയിൽസിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം യേശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ, അവന് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അങ്ങനൊന്നുമല്ല, അത്ഭുതമാണ് ഇവിടെ, നമ്മൾ എല്ലാവരും ആൾക്കാരെല്ലാം വരാൻ കാര്യം, അത്ഭുതമില്ലെങ്കിൽ ഒരാളും നമ്മളെ അനുഗമിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു തെറ്റിദ്ധാരണയാണത്. നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, അത്ഭുതം നടന്നാൽ ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ പുറകെ വരുമെന്ന്. അത്ഭുതം കണ്ടുവരുന്നവൻ അടുത്ത അത്ഭുതം കാണാനാണ് വരുന്നത്, അല്ലാതെ യേശുവിനെ അനുഗമിക്കാനുള്ള മനസ്സോടെ അല്ല പലപ്പോഴും അത്ഭുതം കണ്ടുവരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ പിന്നാലെ വന്ന നല്ലൊരു ശതമാനം ആളുകൾ, യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവർ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് അനേക പുരുഷാരും, അല്ലെങ്കിൽ അവൻ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് അനേക പുരുഷാരും അവൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു. അന്ന് ഒരത്ഭുതം കൂടെ നടന്നു, അല്ലെങ്കിൽ ഒരു അടയാളം കൂടെ നടന്നു. എന്താണ്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ എല്ലാ അടയാളങ്ങൾ കണ്ടിട്ടും ഈ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 66-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല എന്നാണ്. അപ്പം അത്ഭുതം കണ്ടു വരുന്നവൻ അത്ഭുതം നടക്കാതെ വരുമ്പോൾ ഇട്ടേച്ചു പോകും. അത്ഭുതം കണ്ട് നമ്മൾ ചിന്തിക്കരുത്, അത്ഭുതങ്ങൾ കൊണ്ട് വരുത്തി ദൈവം ഒത്തിരി പേരെ വരുത്താനായിട്ട് നോക്കുന്നത്. അതാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ഈ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പാട്ടും പാടാറുണ്ട്, ഇന്ന് എനിക്ക് ആവശ്യമുള്ള അത്ഭുതമാണ്. അത്ഭുതം നമുക്ക് ആവശ്യമുള്ളത് അത്ഭുതമല്ല, നമുക്ക് ആവശ്യമുള്ളത് യേശുവിനെയാണ്. അത്ഭുതമല്ല ആവശ്യമായിരിക്കുന്നത്. അത്ഭുതം നടക്കത്തില്ലെന്ന് ആരും ഞാൻ പറഞ്ഞെന്നത് ചിന്തിക്കരുത്.